നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ കഥയാണ്. തിരഞ്ഞെടുപ്പിന് പണ്ട് മുതലേ പല രീതികളാണ് ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. 3000 വർഷം മുമ്പ് ഗ്രീസിൽ സൈന്യാധിപനെ തിരഞ്ഞെടുത്തിരുന്നത് കൈപൊക്കിയുള്ള തിരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. ഹോമറുടെ കാലത്ത് ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലും ജർമ്മനിയിലും ഗോത്രയുദ്ധങ്ങളിൽ ജയിച്ചവരെ മേലാളന്മാരായി അംഗീകരിക്കുവാൻ വേണ്ടി പൗരജനങ്ങളെ വിളിച്ചുകൂട്ടുന്ന പതിവ് ഉണ്ടായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങൾ കൈകൾ ഉയർത്തിപ്പിടിച്ച് വിധേയത്വം പ്രഖ്യാപിച്ചു പോന്നു. അക്കാലത്തു തന്നെ ജനഹിതം അറിയുവാൻ വേറെയും മാർഗങ്ങളുണ്ടായിരുന്നു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ജനഹിതം അറിയുന്നതിന് ആളുകളെ മുഴുവൻ ഒരിടത്ത് വിളിച്ചുകൂട്ടും. അവിടെ പൗരന്മാർ പ്രത്യേക ശബ്ദം മുഴക്കിയാണ് ഇഷ്ട അനിഷ്ടങ്ങൾ അറിയിച്ചിരുന്നത്. നമ്മുടെ പാർലമെൻറ്റിലും നിയമസഭയിലും ചില പ്രത്യേക പ്രമേയങ്ങൾ ശബ്ദ വോട്ടോടെ പാസ്സാക്കിയെന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഗ്രീക്കുകാർ ചെയ്തതും ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ്. ശബ്ദ വോട്ടോടുകൂടിയാണ് പാസ്സാക്കിയെടുക്കുന്നത്. ചിലപ്പോൾ കുന്തം പരിചയിൽ മുട്ടിച്ച് ശബ്ദമുണ്ടാക്കുന്ന രീതിയും തിരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിച്ചിരുന്നു. വടക്കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും മധ്യദശകങ്ങൾ വരെ ഇത്തരം അഭിപ്രായ വോട്ടുകൾ നടന്നതായി ചരിത്രത്തിൽ രേഖയുണ്ട്. ഗ്രീസിൽ കൊച്ചു കൊച്ചു നഗരരാഷ്ട്രങ്ങളായിരുന്നു BC 5-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. ഇവയുടെ ഭരണം നിർവഹിച്ചിരുന്നത് എല്ലാ പൗരന്മാർക്കും അംഗത്വമുള്ള ഭരണസമിതിയാണ്. അടിമകൾക്കും സ്ത്രീകൾക്കും വിദേശികൾക്കും ഒഴികെ നഗരരാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും ഈ ജനപ്രതിനിധി സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നു. രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുവാനും ചില രാജ്യങ്ങളിൽ വോട്ടവകാശം ഉപയോഗിച്ചിരുന്നു. ഗ്രീസിലും ഇസ്രായേലിലും ഇന്ത്യയിലും പല ഗോത്ര സംസ്കാരങ്ങളിലും നേതാക്കളെയും രാജാക്കന്മാരെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുക പതിവായിരുന്നു. അവിടെയൊക്കെ ശബ്ദ വോട്ടും കൈപൊക്കലും മറ്റുമായിരുന്നു തിരഞ്ഞെടുപ്പ് രീതി. ബൈബിളിൽ ഹൃദയസ്പർശിയായ ഒരു രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ ഭരണത്തിന് എതിരായി കലാപക്കൊടി ഉയർത്തിയെന്നാരോപിച്ച് യേശുക്രിസ്തുവിനെ യഹൂദർ റോമൻ ഗവർണറായ പീലാത്തോസിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു. പക്ഷേ ചോദ്യം ചെയ്ത പീലാത്തോസ് യേശുക്രിസ്തു കുറ്റം ചെയ്തതായി കണ്ടെത്തുന്നില്ല. അവിടെ തടിച്ചുകൂടിയ യഹൂദ ജനതയോട് പീലാത്തോസ് ചോദിക്കുന്നു, ഞാൻ ഇയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല, അതിനാൽ ഇയാളെ ചാട്ടാവാർ അടിച്ചുകൊണ്ട് വിട്ടയക്കാം. അതിന് ജനക്കൂട്ടം സമ്മതം പറയാതിരുന്നപ്പോൾ പീലാത്തോസ് അടവ് മാറ്റി. പീലാത്തോസ് പറഞ്ഞു, പെസഹ തിരുനാളാണ് വരുന്നത്. പെസഹ പെരുന്നാളിന് ഇപ്പോൾ ഓരോ വർഷവും തടവിൽ കഴിയുന്ന ഏതെങ്കിലും ഒരു കുറ്റവാളിയെ മോചിപ്പിക്കാമെന്ന വ്യവസ്ഥയുണ്ട്. ഈ പെസഹ പെരുന്നാളിന് ഞാൻ മഹാകുറ്റവാളിയായ ബറബ്ബാസിനെ മോചിപ്പിക്കണമോ, നിങ്ങൾ കുറ്റമാരോപിക്കുന്ന ക്രിസ്തുവിനെ മോചിപ്പിക്കണമോ? ജനക്കൂട്ടത്തോട് പീലാത്തോസ് ചോദിച്ചതാണ്. ജനക്കൂട്ടം ശബ്ദ വോട്ടോടെയാണ് അപ്പോൾ പ്രതികരിച്ചത്. ബറബ്ബാസിനെ മോചിപ്പിക്കുക, ക്രിസ്തുവിനെ ക്രൂശിലേറ്റുക. ആ വിധിയാണ് തുടർന്ന് പീലാത്തോസ് നടപ്പാക്കിയത്. ഇന്ത്യയിൽ ആര്യന്മാരുടെ കാലം മുതൽ വോട്ട് ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ചുവട് പിടിച്ച് അവർ പഞ്ചായത്ത് രൂപീകരിച്ചു. പഞ്ചായത്ത് ഘർ എന്ന പേരിലുള്ള ഒരു ജനപ്രതിനിധി സഭയായിരുന്നു ഗ്രാമങ്ങളുടെ ഭരണം നടത്തിയിരുന്നു. പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്ത് രാജ്യത്ത് നഗര കൗൺസിലുകൾ നിലവിൽ വന്നതായി ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നമുക്ക് കാണാം. പാടലിപുത്രം അതിമനോഹരവും വികസിതവുമായ രാജധാനിയായി വളർന്നത് ജനപങ്കാളിത്തത്തിലൂടെയാണ്. തെക്കേ ഇന്ത്യയിലെ രാജവംശങ്ങളും ഭരണത്തിൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തു. പല പേരുകളിൽ വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ നിലനിന്ന ഗ്രാമഭരണ വ്യവസ്ഥയുടെ അടിസ്ഥാന രൂപം ഒന്നുതന്നെയായിരുന്നു. അവിടെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണ് നടപ്പായിരുന്നത്. തെക്കേ ഇന്ത്യയിൽ ചില രാജ്യങ്ങളിൽ വലിയ ഒരു സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സമിതികളാണ് രാജ്യം ഭരിച്ചിരുന്നത്. മന്ത്രിമാർ രാജാവിൻ്റെ ശിങ്കിടികളായിരുന്ന കാലങ്ങളിൽ പോലും ജനപ്രതിനിധി സഭകളോട് ചോദിച്ചേ തീരുമാനങ്ങൾ നടപ്പാക്കാറുണ്ടായിരുന്നുള്ളൂ. ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരമാണ്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.